സംഭവം എന്തായാലും ആ ഒരു പയ്യൻ്റെ ആ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും ആ ഒരു വീഡിയോസൊക്കെ ഈ ബ്ലർ ചെയ്യാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും നിങ്ങൾ ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ അതിനകത്ത് ബ്ലർ ഓപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, അത് ബ്ലർ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരും കൂടി അത് മാനസിക ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യത്തേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി പോയി കഴിഞ്ഞാൽ കാര്യം അവനും അവൻ്റെ ഫാമിലിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. നാളെ അവനൊരു ഫ്യൂച്ചർ ഉള്ളതാണ്. അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവന് ഈ ഒരു സാധനമൊക്കെ വീണ്ടും വീണ്ടും ഒക്കെ ഇരുന്ന് കാണുമ്പം അത് ഭയങ്കര എന്താ പറയണ്ട, അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണത്. അതുകൊണ്ട് കഴിവതും അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. വീണ്ടും അത് കാണിച്ച് അവനെയും കൂടെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവൻ തന്നെ പറയുന്നുണ്ട് ഇത് എങ്ങനെ ഷെയറായി പോയെന്ന് അറിയത്തില്ല എന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ സ്ഥിരം പരിപാടിയായിരുന്നു ഈ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത്. വീഡിയോ എടുക്കുക, ഈ പറയുന്ന ഗ്രൂപ്പുകളിൽ ഇടുക, ഇതൊക്കെയായിരുന്നു. എന്നിട്ട് ആഘോഷിക്കുക. ഉള്ള എന്തായാലും അതിനകത്ത് മെയിനായിട്ടുള്ള ഒരുത്തനുണ്ട്, ഈ രാഹുൽ രാജ് എന്ന് പറയുന്നത്. അവനാണ് ഏറ്റവും വലിയ തരികിട. നിങ്ങൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റ്സ് എടുത്താൽ മാത്രം മതി. രാഹുൽ രാജ് കോമറേഡ് എന്നാണ് അവൻ ഇൻസ്റ്റാഗ്രാം നെയിം. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവൻ കാണിച്ചു കൂട്ടുന്ന സകല പ്രവൃത്തികളും കാണാൻ പറ്റും അതിനകത്ത്. ഇവൻ കോളേജിൽ പഠിക്കാനൊന്നും അല്ല പോയേക്കുന്നത്. ഫുൾ ടൈം വെള്ളമടി, ഇങ്ങനെ കറങ്ങി, ഇങ്ങനെയുള്ള അടിപിടി കേസ്, ഈ റാഗിങ്, ഇതന്നെ ഇവൻ്റെ മെയിൻ പരിപാടി. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.